നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കുറെ നാളുകളായില്ലേ ഇങ്ങനത്തെ ഒരു സംസാരം കേട്ടിട്ട്, അതായത് ഇൻട്രൊഡക്ഷൻ കേട്ടിട്ട്. അങ്ങനെ ഞാൻ നാട്ടിൽ പോയതിനു ശേഷം വ്ളോഗിന്റെ മകളായിരുന്നു അല്ലെ. അപ്പോ എന്താ പറയാ, ഈസ്റ്റർ പ്രമാണിച്ചിട്ട് ഞാനൊരു വൈൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇന്നിപ്പോ വൈകിട്ടിട്ട് ഈസ്റ്ററിന് കാര്യമില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് റിക്വസ്റ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ ദുബായിലായതുകൊണ്ട് എനിക്ക് വൈൻ ഇവിടെ വെച്ച് ഉണ്ടാക്കാനുള്ള ഒരു ധൈര്യം പോരായിരുന്നു. അതുകൊണ്ടാണ് നാട്ടിൽ പോയ സമയത്ത് ഞാൻ വൈൻ ഉണ്ടാക്കിയത്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞ വൈൻ ഉണ്ടാക്കിയത് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴായിരുന്നു. പക്ഷെ എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാല് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഡെയിലി ഇളക്കാതെ വെച്ചപ്പോൾ വൈൻ പൂത്തുപോയി. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ പോണേക്കാൾ മുമ്പ് ചേട്ടനെ വിളിച്ച് കുട്ടാട്ടനെ വിളിച്ചിട്ട് വൈൻ ഇടിപ്പിച്ച് സെയിം റെസിപ്പി തന്നെയാണ്, ഒരു മാറ്റമൊന്നുമില്ല. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സൂപ്പറായി വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വൈൻ. അപ്പൊ വൈൻ തന്നെ പലതരത്തിലുണ്ട്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4-5 ദിവസം കൊണ്ട് വൈൻ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞാൽ കാണാറുണ്ട്. അതിൽ ഒരുപാട് ഈസ്റ്റ് ഇടാറുണ്ട്. അപ്പൊ ഒരുപാട് ഈസ്റ്റ് ഇട്ട് വൈൻ ഉണ്ടാക്കുന്നതും മറ്റൊന്നും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ ഈ വൈൻ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പൊ നാട്ടിൽ പോയ വീഡിയോസ് ഒക്കെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു അടിപൊളി ഈസ്റ്റർ ഞാൻ ആശംസിക്കുന്നു. അപ്പൊ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ഈസി ആയിട്ടുള്ള വൈൻ, അത് മുന്തിരി വൈൻ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ കുറേ നാളുകളായിട്ട്, അതായത് നമ്മുടെ വീണാസ് കറി വേൾഡ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ചോദിക്കുന്ന ഒരു റെസിപ്പിയാണ് വൈൻ അല്ലേ. എന്താണെന്ന് വെച്ചാൽ ദുബായിൽ വെച്ചിട്ട് എനിക്ക് വൈൻ ഇടാൻ പറ്റില്ല. അവിടെ വെച്ചിട്ട് വൈൻ ഇടാൻ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ വല്ല ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് റിസ്ക് എടുക്കാൻ നിന്നില്ല, നാട്ടിൽ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും 10-21 ദിവസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല കറുത്ത മുന്തിരി, അതായത് നമ്മൾ ജ്യൂസ് മുന്തിരിയാണ്. ഇപ്പോൾ നാട്ടിലൊക്കെയാണ് ജ്യൂസ് മുന്തിരി അവൈലബിൾ ആയി കാണുന്നത്. എനിക്ക് ദുബായിൽ ഇതേപോലത്തെ നല്ല ജ്യൂസ് മുന്തിരി കിട്ടാറില്ല, അതാണ് സത്യം. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുന്തിരി ഉണ്ടല്ലോ, ഇത് 3 കിലോ മുന്തിരിൻ്റെ 3 കിലോ മുന്തിരിയുടെ തണ്ടിൽ നിന്ന് വേർപെടുത്തിയതിന് ശേഷം ഒരു വലിയ പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിലോട്ട് മുന്തിരി ഇട്ടിട്ട് 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം അതിൽ നിന്ന് എടുത്തിട്ട് പല ആവർത്തി നല്ല വെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം വെള്ളം വാലാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ എടുത്ത് വെച്ചു. അതിനുശേഷം ഓരോ മുന്തിരിയും നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറോ അതല്ലെങ്കിൽ ഒരു നല്ല തുണിയോ വെച്ചിട്ട് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ തുടച്ചെടുക്കണം. ഇതിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല, അത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. വെള്ളം ഉണ്ടെങ്കിൽ നമ്മളെ വൈൻ നന്നായിട്ട് വരില്ല, ചീത്തയായി പോകും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. അപ്പോൾ ഓരോ മുന്തിരിയും നമുക്ക് ഇതേപോലെ തന്നെ ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂ കൊണ്ടോ വൈപ്പ് ചെയ്തെടുക്കാൻ മറക്കരുത്. അതങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്ന 3 കിലോ മുന്തിരിയാണിത്. അപ്പോൾ ഞാൻ ഈ മുന്തിരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മധുരം ഉണ്ടാവും, പക്ഷേ ചെറിയൊരു പുളിപ്പുണ്ടാവും. അപ്പോൾ പുളിപ്പും മധുരവും കലർന്ന മുന്തിരിയാണ് വൈൻ ഏറ്റവും ബെസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, ദുബായിലൊന്നും എനിക്ക് ഇതേപോലത്തെ നല്ല മുന്തിരി കിട്ടാറില്ല. അപ്പോൾ അവിടെ വൈൻ ഇട്ടാൽ നമ്മൾ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി വൈൻ ഇടാറുണ്ട്, പക്ഷേ എനിക്ക് ഇവിടുത്തെ കിട്ടുന്ന ടേസ്റ്റ് അവിടെ ഉണ്ടാക്കുമ്പോൾ കിട്ടാറില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. അപ്പോൾ നാട്ടിലൊക്കെ വരുമ്പോൾ നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ മുന്തിരി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ 3 കിലോ മുന്തിരി അല്ലേ, അപ്പോൾ അതിനനുസരിച്ച് 1.5 കിലോ പഞ്ചസാര, കുറച്ചും കൂടെ പഞ്ചസാര ബാക്കിയുണ്ട് അവിടെ. അതായത് നമ്മൾ എത്ര കിലോ മുന്തിരി എടുക്കുന്നു അതിൻ്റെ നേർ പകുതിയാണ് പഞ്ചസാരയുടെ അളവ്. പഞ്ചസാര കൂടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മധുരം കൂടിക്കഴിഞ്ഞാൽ കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും മധുരം മിതമായി ഇടാൻ പാടുള്ളൂ. അതേസമയം മധുരം അത്യാവശ്യം വേണം താനും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ മധുരം വേണമെന്നുണ്ടെങ്കിൽ വൈൻ ഉണ്ടാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് മധുരം ആദ്യമേ തന്നെ ഇടാൻ പാടില്ല. അപ്പോൾ 1.5 കിലോ പഞ്ചസാര നമ്മൾ അളന്ന് എടുത്ത് വെക്കാം. പഞ്ചസാര ബാക്കി ഇവിടെ ഉണ്ട് കേട്ടോ, അല്ല ഞാൻ ഇതിലില്ലാന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സൂചി ഗോതമ്പ്. ഇതേപോലെ സൂചി ഗോതമ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. സൂചി ഗോതമ്പ് നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ ബ്രോക്കൺ വീറ്റ്, ഗോതമ്പ് നുറുക്കെന്ന് പറഞ്ഞ് വാങ്ങിക്കാനും കിട്ടും. അതായാലും മതി. ഞാനിപ്പോൾ ഇവിടെ മൊത്തത്തിലുള്ള സൂചി ഗോതമ്പ് എൻ്റെ അടുത്തുള്ള കാരണം ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. അത് 1 പിടിയാണ് അതിൻ്റെ കണക്ക് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പട്ട, അതേപോലെ തന്നെ ഗ്രാമ്പൂ. പട്ടയുടെ അളവ് ഒരുപാട് കൂടണ്ട, അപ്പോൾ നമ്മളെ മൾഡ് വൈൻ്റെ ടേസ്റ്റ് വരും. അതേസമയം ഒരു ഇച്ചിരി 3 കഷ്ണമൊക്കെ ആവാം. അതായത് 1 കിലോയ്ക്ക് 1 കഷ്ണം എന്നുള്ളതാണ് കണക്ക്. അതുകൊണ്ട് ഞാൻ 3 കഷ്ണം പട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രാമ്പൂ ഇത്ര വേണ്ട, ഒരു 10-12 ഗ്രാമ്പൂ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഗ്രീഡിയൻസിൽ ഒന്നാണ് ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റിന്റെ അളവ് എന്ന് പറയുന്നത് 1.5 ടീസ്പൂണാണ്. 1 കിലോ മുന്തിരിക്ക് 1/2 ടീസ്പൂണാണ് ഈസ്റ്റിന്റെ കണക്ക്. ഞാൻ 3 കിലോ മുന്തിരി എടുത്തിരിക്കുന്ന കാരണം 1.5 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് കേട്ടോ. അതായത് നമ്മൾ നേരെ ഡയറക്റ്റ് ആയിട്ട് ഇടാൻ പറ്റുന്ന ഈസ്റ്റ് ആണ്. അതേസമയം നിങ്ങളുടെ അടുത്തുള്ളത് ഇച്ചിരി വലിയ മണി ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചൂടുവെള്ളത്തിൽ അതിലൊരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക. അതിനുശേഷം ഈസ്റ്റ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. അപ്പോൾ ഫെർമെന്റ് ആയി കിട്ടും. ആ ഫെർമെന്റ് ആയിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ചൂടാറിയതിന്
ശേഷം കേട്ടോ, അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഇടാൻ പാടില്ല. ഇതിപ്പോൾ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ഇടാൻ പോകുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. ചിലവർ വൈൻ ഇടുമ്പോൾ അതിൽ മുട്ടയുടെ വെള്ള ചേർക്കാറുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈനായിട്ട് വരുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വരാനാണ്. ഞാൻ പക്ഷേ മുട്ടയുടെ വെള്ള ചേർക്കുന്നില്ല കേട്ടോ, എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയുടെ വെള്ള സെപ്പറേറ്റ് ആയിട്ട് എടുത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അവസാനം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. നല്ല ക്ലിയർ ആയിട്ടുള്ള വൈൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ എന്തായാലും ഇതിൽ ചേർക്കാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട വേറൊരു ഐറ്റം എന്ന് പറയുന്നത് വെള്ളമാണ്. അതായത് തിളപ്പിച്ചാറിയ വെള്ളം. ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ല, പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. തിളപ്പിച്ച് ചൂടാറിയ വെള്ളം മാത്രമേ ഇതിലേക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. വെള്ളത്തിന്റെ അളവ് ഞാൻ പറഞ്ഞുതരാം, അത് ഒഴിക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ മുന്തിരി ഇട്ടതിന് ശേഷം ഒന്ന് അതിന്റെ മേലെ നിൽക്കുന്ന രീതിയിലുള്ള വെള്ളമാണ് അതിന്റെ കണക്കെന്ന് പറയുന്നത്. ഒരുപാട് വെള്ളം കോരി ഒഴിക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ നമുക്കിനി വൈൻ കെട്ടാൻ തുടങ്ങാം. ഞാനിവിടെ വൈൻ കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് നല്ല ഭരണിയാണ് കേട്ടോ. ഇതുപോലെ ഭരണി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതല്ലെങ്കിൽ ഭരണി ഇല്ലെങ്കിലും വലിയ ഗ്ലാസ് ജാർ വാങ്ങിക്കാൻ കിട്ടും. അതിൽ നമ്മൾ അച്ചാറൊക്കെ ഇടാറില്ലേ, ആ ജാറിൽ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പ്ലാസ്റ്റിക്കിന്റെ കുപ്പികളിലൊന്നും ഒരിക്കലും ചെയ്യരുത്. ഇതുപോലെ ഭരണിയിലോ അല്ലെങ്കിൽ ഗ്ലാസിന്റെ ജാറുകളിലോ മാത്രം ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമുക്കിനി റെഡിയാക്കാൻ തുടങ്ങാം. നമുക്ക് ഇതിലോട്ട് ഇപ്പോൾ ചുമ്മാ മുന്തിരി ഇടാം, അല്ലെങ്കിൽ മുന്തിരി ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടോ അല്ലെങ്കിൽ കയ്യിൽ കൊണ്ടോ ഒന്ന് ഉടച്ചതിന് ശേഷം ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ ഉടച്ചിട്ട് കൊടുത്താൽ എന്താ ഗുണമെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് മുന്തിരി കുറച്ചെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം ഒന്ന് ഉടച്ചു കൊടുക്കുക. ഒരുമിച്ച് നമുക്ക് ഉടയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് എടുത്തിട്ട് ഉടച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അത് ഉടച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ, ആദ്യത്തെ ലെയറായിട്ട്. അപ്പോൾ ഇത് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ലെയർ ഈ ഉടച്ച മുന്തിരി ഇട്ട് കൊടുക്കുക. ഉടയ്ക്കേണ്ട എന്നുണ്ടെങ്കിൽ ഉടയ്ക്കാത്ത മുന്തിരി ഇട്ട് കൊടുത്താലും മതി. ആ പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. നല്ല ഡ്രൈ ആക്കിയിട്ടുള്ള പാത്രമായിരിക്കണേ, ഭരണി ആയിരിക്കണം. അത് വെയിലത്ത് വെച്ച് ഉണക്കി ഒട്ടും തന്നെ വെള്ളം ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പണി മുഴുവനും വെള്ളത്തിലാവേ. ആദ്യത്തെ ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ കൂടെ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ലെയറിൻ്റെ മേലെ കൂടെ വീണ്ടും ഇതേപോലെ തന്നെ കുറച്ച് മുന്തിരി എടുക്കുക, ഉടച്ച് അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കുക. ഇതന്നെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ദാ ഞാൻ മുന്തിരിയും അതേപോലെ തന്നെ പഞ്ചസാരയും മൊത്തത്തിൽ ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലെങ്കിൽ റെഡിയാക്കി ഫെർമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധാരണ ഈസ്റ്റ്, ഡ്രൈ ഈസ്റ്റ് 1.5 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കറുകപ്പട്ടയില്ലേ, അത് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 10-12 ഗ്രാമ്പൂ. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു പിടി ഗോതമ്പ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വേണം ഒരു മുട്ടയുടെ വെള്ളം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ചാറിയ ഒട്ടും തന്നെ ചൂടില്ലാത്ത വെള്ളമാണ്. ഞാൻ എത്ര വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ഇതിൽ നമ്മൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട കാരണം വെള്ളത്തിന്റെ അളവ് കുറച്ച് മതിയാകും. മുന്തിരി ഡയറക്റ്റ് ആയിട്ട് ചുമ്മാ ഒന്നും ചെയ്യാതെ കയ്യിലോണ്ടൊന്നും ഉടയ്ക്കാതെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെള്ളത്തിന്റെ അളവ് കുറച്ച് കൂടുതൽ വേണം. അപ്പം ഞാൻ ഓൾറെഡി കുറച്ച് അമർത്തി ഇട്ടിരിക്കുന്ന കാരണം വെള്ളം കുറച്ച് മതിയാകും. 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പുറത്തേക്ക് വെള്ളം കാണുന്നുണ്ട്, ഒരുപാട് വേണ്ട. അതായത് മുന്തിരിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് വെള്ളം വേണ്ടത് കേട്ടോ. അപ്പോൾ ഉടയ്ക്കാത്ത മുന്തിരി ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രം, ആ മുന്തിരിയുടെ മേലേക്ക് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം. അപ്പം ഞാനിപ്പോൾ 3 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അതനുസരിച്ച് മാറ്റം വരുത്തുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വായ നമുക്ക് നന്നായിട്ട് മൂടിക്കെട്ടണം. അപ്പം എന്തെങ്കിലും നല്ല വൃത്തിയുള്ള തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇതിന്റെ വായ ഒന്ന് കെട്ടാം. അപ്പം ഞാനിപ്പോൾ എന്തായാലും 21 ദിവസം നമ്മുടെ സ്റ്റോർ റൂമിൽ വെച്ചതിന് ശേഷം ഒന്ന് 21 ദിവസം കഴിഞ്ഞതിന് ശേഷം അരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് വെയിറ്റ് ചെയ്യാം. 21 ദിവസത്തിന് ശേഷം നമുക്കിത് കാണാം. ഈ താറാവിന്റെ ബഹളം കാരണം ഉണ്ടല്ലോ, എൻ്റെ വീഡിയോയിൽ പട്ടിയും താറാവും കോഴിയുടെ ബഹളം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നമുക്കിത് ഉള്ളിൽ കൊണ്ട് വെക്കട്ടെ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ സംഭവത്തിന്, എൻ്റെ അമ്മ. അപ്പോൾ നമ്മുടെ വൈൻ 21 ദിവസത്തിന് ശേഷം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറക്കാം. അതിനു മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ഞാൻ 2 മാസം മുൻപായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അനക്കേ വേണ്ട, 21 ദിവസം അനക്കാണ്ട് വെച്ചാൽ മതി എന്ന്. പക്ഷേ നാട്ടിലായത് കൊണ്ടാന്ന് തോന്നുന്നു, ഭയങ്കര ചൂടുള്ളതുകൊണ്ടായിരിക്കാം 21 ദിവസത്തിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ ആകെ പൂത്തുപോയി അത്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ അത് എടുത്ത് കളഞ്ഞു കുട്ടനാടൻ കുടിച്ചു. അതാണ് മേലത്തെ ഭാഗം മാത്രം കളഞ്ഞിട്ട് കുട്ടാട്ടം കുടിച്ചു. പക്ഷേ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ ദുബായിലൊക്കെ കിട്ടുന്ന സമയത്ത് 21 ദിവസം അനക്കാണ്ട് അലമാരിയുടെ ഉള്ളിൽ വെക്കുമായിരുന്നു. കബോർഡിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവാറില്ല. അവിടെ മേ ബി തണുപ്പായതുകൊണ്ടായിരിക്കും, എനിക്ക് റീസൺ ഇപ്പോഴും അറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എനിക്ക് കാണിച്ചു തരാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും എന്ത് ചെയ്തു, ഞാൻ വരുന്നേക്കാളും മുമ്പ് കുട്ടാനോട് സെയിം റെസിപ്പി ഇടാൻ പറഞ്ഞു, സെയിം പോലെ തന്നെ കെട്ടാൻ പറഞ്ഞു. കുട്ടാട്ടം കെട്ടി വെച്ചിട്ടുണ്ട്. ഡെയിലി ഇളക്കുന്നുണ്ടായിരുന്നു. ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ചേട്ടൻ ഡെയിലി ഇളക്കി കെട്ടി വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 21 ദിവസം ഇളക്കി കെട്ടി വെച്ചിട്ടുള്ള വൈനാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചേഞ്ച് മാത്രമേ ഞാൻ വരുത്തിയിട്ടുള്ളൂ. ബാക്കി സെയിം പ്രൊസീജിയറും റെസിപ്പിയൊക്കെ സെയിം തന്നെയാണ്. നമ്മളുള്ള കാര്യം പറയണല്ലോ. അപ്പോൾ
ഈ താലി കിട്ടുക എന്നൊക്കെ പരിപാടി പോലെ ഇത് വൈൻ്റെ കെട്ടടിക്കൽ പരിപാടി. ആ മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതു. അങ്ങനെയാണോ വൈൻ കെട്ടടിക്കുമ്പോഴത്തെ പാട്ട്? ഇനി നമുക്കിത് അരിച്ചെടുക്കണം. ഒരു തുണി വെച്ചിട്ട് അരിക്കാം, അല്ലെങ്കിൽ അരിപ്പ് വെച്ചിട്ട് അരിക്കാം. അതിനുശേഷം ഒരു ദിവസം ഊറാൻ വെക്കുക. ഊറാൻ വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ അടിഞ്ഞുണ്ടാവും. അത് എടുക്കണ്ട, തെളി മാത്രം എടുക്കണം. അപ്പോൾ അച്ഛനിപ്പോ ഭയങ്കര എക്സ്പെർട്ട് ആണ്. ഞാൻ അച്ഛൻ പല ടൈപ്പ് വൈൻ കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ അച്ഛനെ ഞാൻ വിളിച്ച് ചോദിച്ചു. അപ്പോൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അപ്പോൾ പറഞ്ഞാൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല അടിയിൽ ഇങ്ങനെ ഊറിക്കോളും. എന്നിട്ട് മേലത്തെ മാത്രം തെളി എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു പാത്രത്തിലോട്ട് നൈസായിട്ടുള്ള തുണി വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ജാൻജോഷി ചോദിക്കാൻ പോവുകയാണ്. ഇത് നമുക്കത് പിഴിഞ്ഞെടുക്കണം. അപ്പൊ അതൊക്കെ ഒഴിക്കണേ. ഇത് കളറിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ബീറ്റ്റൂട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പൊ നല്ല കളർ വരും. ഇത് പത്രം കളറില്ലാത്ത മുന്തിരിയായിരുന്നു കുട്ടാട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇട്ടിരുന്ന നല്ല കളറുള്ള മുന്തിരിയായിരുന്നു. അതൊരു ഇച്ചിരി കളർ കുറവാണെന്നാണ് പുള്ളി പറഞ്ഞത്. പുറത്തേക്ക് തരും. അപ്പൊ ഇത് നമുക്ക് ഒന്ന് നന്നായി പിഴിഞ്ഞെടുക്കാം. അതില് കറുകപ്പട്ടയും കരയാമ്പൂ ഒക്കെ കൂടിക്കഴിഞ്ഞാൽ വീര്യം കൂടും. പക്ഷെ എന്താണെന്ന് അറിയാം, എനിക്ക് അപ്പോൾ ഒരു ദശമൂലാരിഷ്ടത്തിൻ്റെ സ്മെല്ല് പോലെ തോന്നും. അതുകൊണ്ട് അതൊക്കെ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വീര്യം കൂടണമെന്നുണ്ടെങ്കിൽ കറുകപ്പട്ടയും കരയാമ്പും കൂടുതൽ ഇടാം കേട്ടോ. എന്നിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ മൾഡ് വൈനായിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. മുന്തിരി അനുസരിച്ച് മുന്തിരിയുടെ വൈൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ മുഴുവനും അരിച്ചതിന് ശേഷം നമുക്ക് ഊറാൻ വേണ്ടി വെക്കാം കേട്ടോ. ചിലവരെന്താ ചെയ്യാന്ന് വെച്ചാൽ മറ്റേ ഷുഗർ കാരമലൈസ് ഒക്കെ ചെയ്തിടും. പക്ഷെ അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് കാരണം അതിൻ്റെ ടേസ്റ്റ് എൻ്റെ ഡിഫറെൻ്റ് ആയി മാറും. കളർ മാത്രം കിട്ടും, പക്ഷേ ടേസ്റ്റ് മാറും. ഇനി ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവസം ഊറാൻ വെക്കുക, അടച്ചു വെക്കണം കേട്ടോ. ഊറാൻ വെച്ചതിന് ശേഷം നമുക്ക് ഒരു കുപ്പിയിലോട്ട് അരിച്ചെടുത്ത് വെക്കാം, അരിച്ചെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ വൈൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ കളറൊക്കെ. അപ്പോൾ കണ്ടില്ലേ, ഈ ഭാഗത്ത് നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ട് സംഭവം. മേലെ ഭാഗത്ത് നല്ല തെളിയായിട്ട്, അതായത് നല്ല ഫിൽറ്റർ ചെയ്ത പോലെ ഉണ്ട്. മേലെ എന്നുള്ള സംഭവം വേറെ പാത്രത്തിലോട്ട്, വേറെ ഗ്ലാസിൻ്റെ കുപ്പിയിലോട്ട് ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ പോവുകയാണ്. എൻ്റെ കയ്യിൽ വൈൻ ഗ്ലാസ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ നാട്ടിലായതുകൊണ്ട് ഈ ഗ്ലാസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ. നല്ല ഭംഗിയായിട്ടുണ്ട്. ജാജോഷിക്ക് നമുക്ക് കുടിക്കാൻ കൊടുക്കണോ? വണ്ടി ഓടിക്കേണ്ടതാണ്, അതുകൊണ്ട് കുടിക്കില്ല അത്ര. ഇതും ലൈറ്റ് ആയിട്ടുള്ള ആവശ്യത്തിനുള്ള വീര്യമുള്ളൂ ഇതിന്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഞാൻ പറഞ്ഞ പോലെ അത് ടെമ്പറേച്ചർ അനുസരിച്ചാണ്. 21 ദിവസം ചില സ്ഥലത്ത് കുഴപ്പമുണ്ടാവില്ല. ഒന്നും ചെയ്യാണ്ട് അടച്ചു വെച്ചാൽ മതി, മൂടി കെട്ടി വെച്ചാൽ മതി. പക്ഷെ നമ്മളൊക്കെ ഇവിടെ നാട്ടിലാവുമ്പോൾ പ്രത്യേകിച്ച് 21 ദിവസം ഡെയിലി ഇളക്കുന്നത് തന്നെയാണ് നല്ലത്, പൂപ്പൽ പിടിക്കാതിരിക്കാൻ കേട്ടോ. അപ്പോൾ അത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ. ബാക്കിയൊക്കെ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. വീഡിയോ ഇടുന്നത് മിക്കവാറും ദുബായിൽ ചെന്നിട്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഞാൻ കുടിക്കണ, ഞാൻ ഇന്ന് പ്ലെയിനിൽ കയറുന്നതാ. ഇവിടെ അതൊക്കെ പറ്റുമോ? ദുബായിൽ പോയിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഓ നീ ഉണ്ടാക്കിയൊന്നും പറയില്ല. ഞാൻ പറഞ്ഞു കൊടുത്തൊരു കുട്ടമ്മായിട്ടല്ലേ. അപ്പൊ ഇനി അച്ഛന് സുഖമായി കുട്ടമ്മായിട്ട് ഇടാൻ പറഞ്ഞാൽ ഞാന് ആദ്യം പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞില്ലേ പൂത്തു പോയി പറഞ്ഞില്ലേ. അപ്പൊ അതേപോലെ തന്നെ സെയിം തന്നെ ഇട്ടതാ. നന്നായിട്ടല്ലേ? കണ്ണട ഇത് മണപ്പിച്ച് ഒരു ആദ്യമായിട്ട് കള്ളുടിക്കാൻ പോണ ആളെ പോലെ ഉണ്ടല്ലോ. കള്ളുടിക്കുമ്പോ ഇങ്ങനത്തെ മണം ഉണ്ടാവില്ല. അല്ല, എനിക്കറിയില്ല കള്ളുടിക്കുമ്പോ എങ്ങനത്തെ മണം. ഓ, ഇങ്ങനെയാണ് കുടിക്കുക നിങ്ങൾ? ഞങ്ങളൊക്കെ ഇങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കുക. അങ്ങനല്ല, ഇത് നിറച്ചു ഇതും കൂടി എനിക്കല്ലേ. സന്തോഷായില്ലേ? ദുബായിൽ വെച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടല്ലേ നാട്ടിൽ വന്നിട്ട് ചെയ്യുന്നത്. നാട്ടിലും പിടിക്കുന്നുണ്ട്. നാട്ടില് ഇങ്ങനെ കുറച്ചുണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ കട്ട് ചെയ്തോട്ടെ, കുട്ടൻ്റെ ഒരു കാര്യം പറഞ്ഞ ഞാനത് കട്ട് ചെയ്ത് അതിപ്പോ ചെയ്ത് കുടിക്കാറുണ്ട്. സ്വന്തമായിട്ട് വീട്ടിലേക്ക് പറ്റിച്ചാട്ടാ. അത് ഒരുപാട് ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പാടില്ലെന്നേ ഉള്ളൂ.